എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആൻഡ് റെമഡിയൽ ട്രെയിനറാണ്. ആസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലേണിംഗ് ഡിസബിലിറ്റിയിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് ഡിസ്ലെക്സിയെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ബുദ്ധിമുട്ടാണ്. അതാണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ അവൻ വായിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നു, എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്തുന്നു, പഠിച്ചതൊന്നും ഓർമ്മയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഇവൻ മടിയനായതുകൊണ്ടാണോ, ഇവൻ പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ മറ്റുള്ള കുട്ടികളുടെ പോലെ പഠനത്തിൽ മുന്നിലേക്ക് വരാത്തത് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥ കാരണം ചിലപ്പോൾ ആ കുഞ്ഞിന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്താണ് ഡിസ്ലെക്സിയ? അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, പഠിക്കാനുള്ള ഒരു പ്രത്യേകതരം ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ഡിസ്ലെക്സിയുള്ള കുട്ടികളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളും ശബ്ദങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല, അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വായനയും എഴുത്തും അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അക്ഷരങ്ങൾ ഇവർ തിരിച്ചെഴുതും. അതായത് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിലാണെങ്കിൽ ബിയും ഡിയും തിരിച്ചെഴുതും, പിയും ക്യൂവും അവർക്ക് തെറ്റിപ്പോകും. അതുപോലെ തന്നെ മാത്സിലാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമാത്രമല്ല, അവരോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ അവർ തെറ്റിച്ച് വായിക്കും, സ്പെല്ലിങ് ആവർത്തിച്ച് തെറ്റിക്കും. ക്ലാസ്സിൽ പഠിപ്പിച്ച് എഴുതാൻ സാധിക്കില്ല. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കാര്യം ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റുകൂടാതെ അവർക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അതിൻ്റെ പ്രധാന കാരണം പാരൻസ് തന്നെ കുട്ടികളോട് പറയും, നീ എന്തുകൊണ്ടാണ് നീ പഠിച്ചിട്ട് ശരിയാവാത്തത്, നിൻ്റെ ചേട്ടൻ ഇതിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആത്മവിശ്വാസം കുറയും. അപ്പോൾ അവർക്ക് തന്നെ സ്വയം തോന്നും, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് പഠിച്ചാൽ കിട്ടില്ല, എത്ര തന്നെ പഠിച്ചിട്ടും എനിക്ക് കിട്ടാത്തതിൻ്റെ കാരണം എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളൊരു ചിന്ത കുഞ്ഞുങ്ങളിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ശ്രമിക്കാനുള്ള ഒരു ഇതും കൂടിയും അവരിൽ നിന്ന് നഷ്ടമാകും. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ആദ്യം തന്നെ നിങ്ങൾ ഈ കമ്പാരിസൺ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പറഞ്ഞാൽ, അതായത് ഇത് തെറ്റിച്ചു, അത് തെറ്റിച്ചു, ഇങ്ങനെ എഴുതരുത്, അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അവരെ ശകാരിക്കരുത്. അതുകൂടാതെ തന്നെ നിർബന്ധിച്ച് മണിക്കൂറുകളോളം നിങ്ങൾ അവരെ പഠിക്കാൻ വേണ്ടി ഇരുത്താനും പാടില്ല. പ്രശ്നം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായം തേടുക എന്നുള്ളതാണ്. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അസസ്മെൻറ്റിലൂടെ കുഞ്ഞിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അവർ കണ്ടുപിടിക്കും. അതിനുശേഷം അവർ അടുത്തിരുത്തി പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രത്യേക രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം പതുക്കെ പതുക്കെ വരും, അവർ ശരിയായ രീതിയിൽ പഠിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ശരിയാക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് നേരം നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ ഒന്ന് വായിപ്പിക്കുക, തെറ്റുമ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ട് തെറ്റ് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുള്ള ക്ഷമ പാരൻസ് കാണിക്കണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കാനോ ബഹളമുണ്ടാക്കാനോ പോകാതെ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങൾ കുഞ്ഞിൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വരണം. എങ്കിൽ മാത്രമേ അവൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അതിന് വീട്ടിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഒരു രോഗമല്ല, മനസ്സിലായി. ശരിയായ പരിശീലനവും പിന്തുണയും ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടികളെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠന പ്രശ്നമുള്ള കുട്ടികൾ ബുദ്ധിയില്ലാത്തവരല്ല, അവരെ നമുക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ്ങിൽ കൂടെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള
ഉറച്ച വിശ്വാസം നിങ്ങൾ പാരൻസ് ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് എൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.